3 ലക്ഷം രൂപ റേഞ്ചെല്ലാം ഫൈനൽ. 3 ലക്ഷത്തിന് കൊടുക്കാൻ പറ്റിയ ഒരു വാഗൺ. മാനുവൽ അല്ലേ ഇത്? മാനുവൽ LXi മാനുവൽ. ലേഡീസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ചെറിയ ഒതുങ്ങിയ വണ്ടി കേട്ടോ. ഓട്ടോമാറ്റിക് ആണ്, സുഖമായിട്ട് കൊണ്ടടക്കാം. 4 years വാറണ്ടി പ്ലസ് 3 ഫ്രീ സർവീസും കൂടി നമുക്ക് ഈ വണ്ടിയിൽ അടുത്തെടുക്കുന്ന കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യും. 28,000 രൂപയാണ് പ്രൈസ് വരുന്നത്. 3,35,000 ഇതിന്റെ പ്രൈസ് വരുന്നത്. 3,35,000. ഓക്കെ, 3.5 ലക്ഷം ഇതിന്റെ വില. അപ്പം പിന്നെ 4 വർഷത്തേക്ക് നമുക്ക് ലോണും കിട്ടും. ഡൗൺ പേയ്മെന്റ് 50 രൂപ അടിച്ചാലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അവർ ഇൻഡസ് ഗോൾഡ് റെന്റേ കാർ കൊടുത്തോണ്ടിരുന്ന വണ്ടിയാണ്. റെന്റേ കാർ. അപ്പൊ നമുക്ക് ഈ റെന്റേ കാർ വണ്ടി നമ്മൾ 1 വർഷത്തേക്കാണെങ്കിൽ 10,000 രൂപ അടുപ്പിച്ച് EMI വരും. 10,000 രൂപ 1 ലക്ഷം രൂപയ്ക്ക്. 1 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ അല്ലേ? ഓക്കെ. ഒരു വണ്ടി ഇവാലുവേഷൻ ചെയ്യുമ്പോഴത്തേക്ക് സകല കാര്യങ്ങളും നോക്കും, എല്ലാ കാര്യങ്ങളും നോക്കും. വണ്ടി ഫ്ലഡ് ആണോ നോക്കും, പിന്നെ കിലോമീറ്റർ. ഇതിന്റെ മുമ്പത്തെ ഓണർഷിപ്പ് ഒരു ഡോക്ടറാണ്. ഒരു ലേഡി ഡോക്ടറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഉള്ള എല്ലാ ഡീലേഴ്സിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്നത് KL01 വണ്ടിയാണ്. അതെ, ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ വണ്ടി നമുക്ക് എപ്പോഴും ഭയങ്കര മാർക്കറ്റിംഗിൽ ഉള്ളതാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോട്ടോ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഇൻഡസിന്റെ യൂസ്ഡ് കാർ ഷോറൂമിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ട്രൂ വാല്യൂയുടെ പ്രത്യേകത എന്താണ്. നമ്മൾ ഈ ഒരു യൂസ്ഡ് കാർ മേഖലയിൽ നോക്കുമ്പോൾ മറ്റ് ഷോറൂമുകളെ അപേക്ഷിച്ച് എല്ലാവരും ട്രൂ വാല്യൂവിനെ ട്രസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരുതിയുടെ തന്നെ യൂസ്ഡ് കാർ പ്ലാറ്റ്ഫോമാണ് ട്രൂ വാല്യൂ. അത് ഇൻഡസിൻ്റെയാണ് നമ്മളെ ഈ ഒരു തിരുവല്ലത്ത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഒരുപാട് വണ്ടികൾ, മാരുതിയുടെ തന്നെ ഒരുപാട് വാഹനങ്ങൾ സെയിൽസിന് വെച്ചിട്ടുണ്ട്. അതുപോലെ നല്ല നല്ല ഓഫറുകളുണ്ട്. കൂടാതെ മിക്ക വണ്ടികൾക്കും വാറണ്ടിയും അതുപോലെ തന്നെ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഓരോ വണ്ടികളുടെയും ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ കടക്കുന്നതിന് മുന്നേ കഴിഞ്ഞ നമ്മുടെ കുറച്ച് വീഡിയോസിൽ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ ഒരുപാട് പേര് പറഞ്ഞു നമ്മുടെ ഓഡിയോയ്ക്ക് ചില പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളൊരു പുതിയ മൈക്ക് വാങ്ങിയിട്ടുണ്ട്, ഗ്രെനേറിയോടെ ഒരു മൈക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ, ഇപ്പം ഓഡിയോ ഒക്കെ ഓഡിയബിൾ ആണോ എന്നുള്ളത് നിങ്ങൾ വേണം പറയാൻ. നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് ചേട്ടൻ്റെ പേരെന്ന് പറയാം. ശ്രീജിത്ത്. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഏതാണ് വരുന്നത്? ഒരു സെലേറിയോ ആണല്ലേ? സെലേറിയ വരുന്നത്. സെലേറിയ ZXi ആണ്. ZXi 2019 മോഡലാണ്. നമുക്കിന് 6 മന്ത് വാറണ്ടി, 3 ഫ്രീ സർവീസും വണ്ടി അവൈലബിൾ ആണ്. 6 മന്ത് വാറണ്ടി ഉണ്ട് അല്ലേ? അതെ. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും? ജസ്റ്റ് മിനിറ്റ്. ഇതാണ് സെലേറിയോ കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. ഉണ്ടോ? അത്യാവശ്യം ടയേഴ്സ്. 18,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 18,000 അല്ലേ? അപ്പൊ വളരെ ഓട്ടം കുറഞ്ഞ വണ്ടിയാണ് അല്ലേ? ജസ്റ്റ് 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇന്റീരിയർ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. സീറ്റ് കവർ ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ട്. വെറും 18,000 വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഓക്കെ, ഇതാണ് ടയറിന്റെ ഒക്കെ അവസ്ഥ കേട്ടോ. അത്യാവശ്യം ടയേഴ്സും ഉണ്ട്. ഓക്കെ, അടുത്ത് വരുന്ന ഒരു എക്സ്പ്രസോ ആണ്. എക്സ്പ്രസോ VXi പ്ലസ് ആണ് ഇത് വരുന്നത്. ഓക്കെ, 2021 മോഡലാണ്. 2021 മോഡൽ. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും? ഏകദേശം നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. ടയറൊക്കെ അത്യാവശ്യമുണ്ട്. 21,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 21,000 ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, ഇതിന് 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉണ്ട്. ഓക്കെ, 1 ഇയർ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ വണ്ടിയുടെ ഇന്റീരിയർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ല സീറ്റ് കവറൊക്കെ ചെയ്ത വണ്ടിയാണ്. എക്സ്പ്രസോ എങ്ങനെയായിരുന്നു? പ്രൈസ് എത്രയായിരുന്നു വരുന്നത്? പ്രൈസ് 485 വരും. 485 അല്ലേ? 4,85,000. സാലറി എത്രയായിരുന്നു? സാലറി വരുമ്പോൾ 490 വരും. 490 അല്ലേ? നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് കൊടുക്കാം. ഓക്കെ, അടുത്തത് പുതിയൊരു അൾട്ടോ ആണ് അല്ലേ? ഓൾട്ടോ കേട്ടൺ 2022 മോഡൽ. 22 മോഡൽ VXi മോഡലാണ്. VXi ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെയുള്ള. ഓക്കെ, ഇത് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 13,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? ഇതിന് 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസും ഉണ്ട്. ഓക്കെ, 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ് വാറണ്ടി. ഓക്കെ, ഒക്കെ പുതിയ വണ്ടികളാട്ടോ. ഇന്റീരിയർ കാണിച്ചു തരാം. കണ്ടോ, വെറും 13,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്തത് വേഗനാറ വരുന്നത്. ഓക്കെ,
വേഗനാർ 2018 VXI ആണ്. 2018 VXI സെക്കൻഡ് ഓണറാണ് വരുന്നത്. സെക്കൻഡ് ഓണർ ഏകദേശം 75,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഓക്കെ. ഇതിന്റെ പ്രൈസ് വരുന്നത് 375 വരുന്നത്. 3,75 3,75,000. നമ്മുടെ അൾട്ടോയുടെ പ്രൈസ് എത്രയായിരുന്നു? ഓൾട്ടോ വരുമ്പോ 455 വരും. 455 ആട്ടോ. അൾട്ടോയുടെ പ്രൈസ് ഞാൻ വിട്ടുപോയതാണ്. ഇത് 3,75. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ. ഓക്കെ, നീറ്റാണ്. ഇതൊക്കെയാണ് ടയറിന്റെ ഒക്കെ ഒരു കണ്ടീഷൻ. ഓക്കെ, ഇതിന്റെ ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെ സീറ്റ് കവറൊക്കെ ചെയ്ത് നല്ല നീറ്റ് ആക്കിയിട്ട വണ്ടി കേട്ടോ. അടുത്തത് ഒരു വേഗനാർ 2017 മോഡൽ VXI ആണ്. 2017 VXI. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ. 57,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 57,000 കിലോമീറ്റർ. ഇതിന്റെ പ്രൈസ് വരുമ്പോൾ ഏകദേശം 365 വരും. 365. 3,60,000 അല്ലേ. ഓക്കെ. ഈ ചെറിയ ഈ ഡാമേജ് ഒക്കെ അവർ ക്ലിയർ ചെയ്യുമല്ലോ. ക്ലിയർ ചെയ്യും. കാണിച്ചു തരാം. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയർ, പുതിയ ടയറാണോ? അത് പുതിയ ടയറാണ്. അതൊക്കെ വീൽ കപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. സ്പോയിലർ ഉണ്ട്. നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല സപ്പോർട്ടുള്ള സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇന്റീരിയർ വരുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു സെക്ഷനിലേക്ക് നമുക്ക് വേറെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് വേറൊരു എക്സിക്യൂട്ടീവ് ആണ്. പേരൊന്ന് പറയോ? എന്റെ പേര് ജയശങ്കർ എന്നാണ്. ജയശങ്കർ എന്നാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ തുടങ്ങാം. ഈ ഒരു ഇഗ്നിസ് ആണ് അല്ലേ? ഇതിപ്പോ നമ്മുടെ ഇഗ്നിസ് ആണ് കിടക്കുന്നത്. ഇത് സീറ്റ വേരിയന്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. 2023 വേരിയന്റ് ആണ് മോഡലാണ് വരുന്നത്. നമുക്ക് ഇതിന്റെ കിലോമീറ്റർ എന്ന് പറയുന്നത് 6,000 സംതിങ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി. സിംഗിൾ ഓണർ ആണ്. ഫുള്ളി നമ്മള് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന വണ്ടിയാണ്. ഇപ്പൊ നിലവിൽ ഈ വണ്ടി നമ്മളിപ്പോ ഒരു കസ്റ്റമർ ബുക്ക് ചെയ്തിട്ടേക്കുവാണ്. ഇതില് നമുക്കിപ്പോ കസ്റ്റമറിന് വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഗിഫ്റ്റ് ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല അതേപോലെ തന്നെ കസ്റ്റമേഴ്സിന് ആക്സറീസ് ആയിട്ട് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. ഇത് എന്തൊക്കെയാണ് ഗിഫ്റ്റിൽ വരുന്നത്? ഇത് ഗിഫ്റ്റിൽ വരുമ്പോഴത്തേക്ക് ഇത് വാക്യൂം ക്ലീനർ ആണ് വരുന്നത്, മാരുതിയുടെ. അതുപോലെ തന്നെ എയറിന്റെ ഒരു പെർഫ്യൂം വരുന്നുണ്ട്, ചാർജബിൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ കാർ കെയർ കിറ്റ് വരുന്നുണ്ട്. അതെ, ഇത് എല്ലാം കൂടെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. നമ്മളത് ഓരോ ഇത് വെച്ചിട്ട് നമ്മൾ അത്രയ്ക്കും വാല്യൂബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് നമ്മൾ ഓരോ ഇപ്പം മേള വരുമ്പോഴത്തേക്കായാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് തന്നെ നമ്മളിത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി എടുക്കുമ്പോൾ ഗിഫ്റ്റും ഉണ്ട് കേട്ടോ. നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. വളരെ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. 6,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്? ഇതിന്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് 695 ആണ് പ്രൈസ് വരുന്നത്. 695. ഇതില് നമുക്ക് 1 ഇയർ വാറണ്ടിയും പിന്നെ 3 ഫ്രീ സർവീസും നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെ, ഫൈൻ. നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി കേട്ടോ. ഏകദേശം ഒരു പുതിയ വണ്ടി തന്നെ. പുതിയ മോഡലിന് എന്ത് വില വരും ഏകദേശം? പുതിയ മോഡലിന് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 7-8 അടുപ്പിച്ച് നമുക്ക് പുതിയതിന് വരുന്നുണ്ട്. വെറും 6,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ, 6,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അടുത്തൊരു ബ്രസ്. നമുക്ക് അടുത്ത് വരുമ്പോഴത്തേക്ക് ഇത് ബ്രസയുടെ VXI ആണ്. 2022 വണ്ടി, സിംഗിൾ ഓണർ ആണ്. വളരെ ലോ കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. എല്ലാവരും ബ്രസയ്ക്ക് ഡീസൽ വേരിയന്റ് ഒക്കെ ഒരുപാട്. പിന്നെ നമുക്ക് ഇതിൽ പെട്രോൾ വേരിയന്റ് ആണ് ഇതിലുള്ളത്. 19,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ്. ഫുള്ളി സർവീസ്ഡ് ആണ്. പിന്നെ ഇതിന്റെ പ്രൈസ് വരുന്നത് 845 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. 845. അതെ, നെഗോഷ്യബിൾ ആണ്. നമ്മൾ ഇതിൽ മാക്സിമം നമ്മൾ റിഡക്ഷൻ ചെയ്ത് കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് സിംഗിൾ ഓണർ. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. വണ്ടി ജസ്റ്റ് ഹലോ അലോയ്സ് ഒക്കെ വരുന്നുണ്ട്. ടയേഴ്സ് ഒക്കെ അത്യാവശ്യമുണ്ട് കേട്ടോ. ഇന്റീരിയർ ജസ്റ്റ് കാണിച്ചു. നീറ്റ് ആയിട്ടുള്ള കേട്ടോ. സീറ്റ് കവർ ചെയ്തിട്ട്. പിന്നെ ഇവിടെ വരുന്ന എല്ലാ വണ്ടിയും നമ്മൾ സർവീസ് ചെയ്തിട്ടാണല്ലോ. ഇതിലും എല്ലാ വണ്ടിക്കും നമ്മളിപ്പം 2021 ശേഷം വരുന്ന വണ്ടികൾക്ക് എല്ലാത്തിനും 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. 2018 തൊട്ടാണ് നമ്മൾ ട്രൂ വാല്യൂ കാറ്റഗറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 2018 ശേഷമുള്ള വണ്ടികൾക്ക് 2018 ഒരു 21 അത് നമ്മൾ മന്ത് വൈസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന 18 to 21 ഈ ഒരു കാറ്റഗറിയിൽ വരുമ്പോഴത്തേക്ക് 6 months വാറണ്ടിയും 3 ഫ്രീ സർവീസും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള വണ്ടികൾക്ക് 1 ഇയർ വാറണ്ടി പ്ലസ് 3 ഫ്രീ സർവീസ് ചെയ്യുന്നുണ്ട്. അത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇതിൽ നിലവിൽ മുമ്പേ ഉണ്ടായിരുന്ന RC ഓണർ ഈ വണ്ടിക്ക് മാരുതിയുടെ എക്സ്റ്റൻഡഡ് വാറണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ
ആ ഒരു വാറണ്ടി അടുത്തെടുക്കുന്ന കസ്റ്റമറിന് കൂടി ആഡ് ഓൺ ആണ്. അത് പോരാഞ്ഞിട്ട് നമ്മുടെ 1 ഇയർ വാറണ്ടിയും 3 ഫ്രീ സർവീസും ഇതിൽ ആഡ് ചെയ്യും. അപ്പൊ മൊത്തത്തിൽ നമുക്കിപ്പം ഒരു വണ്ടി 2022 വണ്ടി നമ്മൾ വാറണ്ടി നിലവിലുള്ള വാറണ്ടി ഉണ്ടെങ്കിൽ അതൊരു 3 ഇയേഴ്സ് പ്ലസ് നമ്മുടെ വാറണ്ടി ആയിട്ട് മൊത്തത്തിൽ 4 ഇയേഴ്സ് വാറണ്ടി കയറും. 4 ഇയേഴ്സ് വാറണ്ടി പ്ലസ് 3 ഫ്രീ സർവീസും കൂടി നമുക്ക് ഈ വണ്ടിയിൽ അടുത്തെടുക്കുന്ന കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു. നമുക്കൊരു പുതിയ വണ്ടി എടുക്കുന്ന ഒരു അനുഭൂതി തന്നെ എടുക്കാൻ പറ്റും. പുതിയ വണ്ടി എടുക്കുന്ന അത് നമ്മളിപ്പോ ഒരു കസ്റ്റമറിന് വണ്ടി ഇവിടെ നിന്ന് ഒരു ഡെലിവറി കൊടുക്കുമ്പോൾ പോലും ഫുള്ള് പോളിഷ് ചെയ്ത് ഫുള്ള് ക്ലിയർ ചെയ്ത് എല്ലാം പക്കയായിട്ട് ഒരു ഷോറൂം കണ്ടീഷനിലാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത്. അപ്പൊ അത്രയ്ക്കും ക്ലിയർ ചെയ്താണ് നമ്മൾ ഈ വണ്ടി നമ്മളൊരു കസ്റ്റമറിന് കൊടുക്കുന്നത്. എന്നുവെച്ചാൽ ഓരോ കസ്റ്റമറും നമുക്ക് വാല്യുബിൾ ആണ്. അപ്പൊ ആ വാല്യുബിൾ ആയിട്ടുള്ള കസ്റ്റമറിനെ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്ത് തന്നെ വെക്കും. എന്ന് വെച്ചാൽ അതിലൂടെ മാത്രമേ നമുക്ക് അടുത്തൊരു റെഫറൻസ് കിട്ടുള്ളൂ. അപ്പൊ അത്രയ്ക്കും വണ്ടി നമ്മൾ ക്ലിയർ ചെയ്ത് പക്കയൊക്കെയാണ് കൊടുക്കുന്നത്. നമുക്ക് അടുത്ത വണ്ടി നോക്കാം. അടുത്തൊരു ഇതൊരു കേട്ടനാണ് വരുന്നത്. ഇതൊരു 2014 വണ്ടിയാണ്. 2016 വണ്ടി VXI ആണ്. സിംഗിൾ ഓണർ ആണ്. 53,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇതില് വാറന്റിയും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 3,35,000 ഇതിന്റെ പ്രൈസ് വരുന്നത്. 3,35,000. ഇതിലിപ്പോ വാറന്റി ഉണ്ടാവില്ല അല്ലേ? ഇതിലിപ്പോ വാറന്റി ഇല്ല. അതായത് നമുക്ക് 2018 തൊട്ടുള്ള വണ്ടികൾക്കാണ് വാറന്റി വരുന്നത്. ഇതിലിപ്പോ വാറന്റി ഇല്ല. ഇതിപ്പം ചെറിയ ചെറിയ ഫാമിലീസ് ഒക്കെ വരുമ്പോഴത്തേക്കും പരമാവധി നമ്മൾ കുറഞ്ഞ ബഡ്ജറ്റിന് കൊടുക്കുന്ന വണ്ടിയാണ്. പക്ഷേ കുറഞ്ഞ ബഡ്ജറ്റ് ആണെങ്കിലും വാറന്റി ഇല്ല എന്ന് പറയുകയാണെങ്കിൽ പോലും നമ്മൾ ഈ സർവീസ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ പോളിഷ് അങ്ങനെയൊന്നും ചെയ്യാതെ ഒന്നും അല്ല കൊടുക്കുന്നത്. ഏതൊരു ചെറിയ വണ്ടി ആണെങ്കിൽ പോലും നമ്മൾ ഫുൾ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്ത് ഫുൾ പോളിഷ് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത്. അടുത്ത സിയാസ് ആണ്. ഇത് 2021 മോഡലാണ്. ആൽഫ വേരിയന്റ് ആണ്. ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഇത് ഓട്ടോമാറ്റിക് അല്ല, ഇത് മാനുവൽ ആണ്. ഇത് വരുന്നത് 27,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. ആൽഫയുടെ സിംഗിൾ. ഇത് സിയാസിന്റെ സ്മാർട്ട് ഹൈബ്രിഡ് വേരിയന്റ് ആണ്. അത്യാവശ്യം ഫ്യൂൽ എല്ലാം ഇതേ വരുന്നതാണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 9,10,000 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ട്രൂ വാല്യൂ കാറ്റഗറി ആണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. വാറന്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ 1 ഇയർ വാറന്റിയും 3 ഫ്രീ സർവീസും ഇതിനും വരുന്നുണ്ടല്ലേ? അതെ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇന്റീരിയർ കാണിച്ചു തരാം. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്. അടുത്തൊരു ബലേനോ ആണല്ലോ അല്ലേ? അതെ. എങ്ങനെയാണ് ബലേനോ? നമുക്കിപ്പം ഇവിടെ ഉള്ള എല്ലാ ഡീലേഴ്സിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്നത് KL01 വണ്ടിയാണ്. അതെ. ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ വണ്ടി നമുക്ക് എപ്പോഴും ഭയങ്കര മാർക്കറ്റിംഗിൽ ഉള്ളതാണ്. അതർ സ്റ്റേറ്റ്സ് അത് മീൻസ് അതർ ജില്ലയിൽ വന്നാൽ പോലും നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് 01 വണ്ടി ഉണ്ടോ എന്നാണ്. എന്നുവെച്ചാൽ അത്രയ്ക്കും വാല്യൂബിൾ ആണ് നമ്മുടെ ഈ 0 വണ്ടിന്. അപ്പൊ അതുപോലെ ഒരു KL01 ഒരു 3 ഡിജിറ്റ് നമ്പർ വരുന്ന ഒരു വണ്ടിയാണിത്. ഇത് 2017 സീറ്റ വേരിയന്റ് ആണ് വരുന്നത്. 40,000 കിലോമീറ്റർ ഓടിയ ട്രൂ വാല്യൂ കാറ്റഗറി വണ്ടിയാണിത്. ഫുള്ളി സർവീസ്ഡ് ആണ്. വേറെ യാതൊരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഇല്ല. അലോയ് വീലൊക്കെ വരുന്നതാണ്. ഇന്റീരിയർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വേരിയന്റ് ഏതായിരുന്നു? ഇത് സീറ്റ അല്ലേ? പുഷ് സ്റ്റാർട്ട് ബട്ടൺ ഒക്കെ ഉള്ള. അതെ, പുഷ് സ്റ്റാർട്ട് ഒക്കെ വരുന്നതാണ്. നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്ന് സെക്കൻഡ് വേരിയന്റ് ആയിട്ട് വരും. മൊത്തം 4 വേരിയന്റ് ആണ്. അതിൽ ടോപ്പിൽ നിന്ന് രണ്ടാമത്തെ വേരിയന്റ്. എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്? ഇതിന്റെ പ്രൈസ് വരുന്നത് 665 ആണ്. 665 അല്ലേ? 6,65,000 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇതൊക്കെ നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? ഇതൊക്കെ നെഗോഷ്യബിൾ ആണ്. നമ്മൾ ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടികളും അത്യാവശ്യം നെഗോഷിയേറ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നത്. അടുത്തൊരു വാഗനർ അല്ലേ? അതെ. ഇത് 2019 LXI വാഗനർ ആണ്. ഇത് നമ്മളിപ്പോൾ ഒരു കസ്റ്റമറിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്. നമ്മൾ ഇത് ഇനി വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ചെയ്ത് പക്കയായിട്ട് ക്ലിയർ ചെയ്താണ് കൊടുക്കുന്നത്. 2019 വണ്ടി LXI സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. 29,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അല്ലേ? അതെ. ഇതാണ് വണ്ടിയുടെ ടയേഴ്സൊക്കെ അത്യാവശ്യമുണ്ട്. അതുപോലെ ഇന്റീരിയർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ. എങ്ങനെയാണ് വാഗനറിന്റെ പ്രൈസ് വരുന്നത്? ഇതിന്റെ പ്രൈസ് വരുന്നത്
485 ഇതിന്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, 4,85,000. 4,85,000 ഇതിന്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, അടുത്തൊരു സ്വിഫ്റ്റ് ആണ്. അടുത്തത് വരുന്നത് സ്വിഫ്റ്റ് ആണ്. ഇത് 2023 വണ്ടിയാണ്, സ്വിഫ്റ്റിന്റെ VXi. ആക്ച്വലി ഇത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഡ്യുവൽ ടോൺ ആണെന്ന് ചിന്തിക്കും, പക്ഷെ ഇതല്ല. ഇത് കസ്റ്റമർ മേളിൽ റൂഫിൽ സ്റ്റിക്കർ ഒട്ടിച്ച് ഡ്യുവൽ ടോൺ പോലെ ആക്കിയതാണ്. ഇത് കസ്റ്റമറിന്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ സ്റ്റിക്കർ വേണമെങ്കിൽ അത് വെക്കും, ഇല്ലെങ്കിൽ അത് റിമൂവ് ചെയ്ത് ക്ലിയർ ചെയ്താണ് കൊടുക്കുന്നത്. ഇതിൽ പിന്നെ 360 ക്യാമറ ഓൾഡ് കസ്റ്റമർ ചെയ്തിട്ടുണ്ട്, പിന്നെ ക്രോമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് വരുന്നത് 745 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. 745 സിംഗിൾ ഓണർ ആണ്. 745 ആണ് ഇതിന്റെ പ്രൈസ്. ഏതാ വേരിയന്റ്? ഇത് VXi ആണ്. എന്നാൽ ഈ 360 ക്യാമറ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ, 360 ക്യാമറ ഒക്കെ വരുന്നതാണ്. ഇത് പഴയ കസ്റ്റമർ 360 ക്യാമറ എല്ലാം ഇൻബിൽഡ് ആയിട്ട് ചെയ്ത് വെക്കുന്നതാണ്. അതെ, നീറ്റ് ആയിട്ടുള്ള വണ്ടിയുണ്ട്, പക്ക നീറ്റ് ഉണ്ട്. കിലോമീറ്റർ എത്രയായിരുന്നു? ഇത് കിലോമീറ്റർ വരുന്നത് 9,491 കിലോമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ഓടിയിട്ടുള്ളത്. 360 ഡിഗ്രി ക്യാമറ എല്ലാം കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഓൾഡ് കസ്റ്റമറിൽ നിന്ന് എങ്ങനെ എടുക്കുന്നോ അതേ രീതിക്ക് തന്നെയാണ് അടുത്ത കസ്റ്റമറിന് കൊടുക്കുന്നത്. പലപ്പോഴും പറയുന്നുണ്ട് പല ആൾക്കാരും നമ്മൾ ഈ പറഞ്ഞ പോലെ സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കുന്നു, എടുക്കുന്നു, അങ്ങനെ ഒന്നുമില്ല. കസ്റ്റമറിൽ നിന്ന് നമ്മൾ എങ്ങനെ വണ്ടി എടുക്കുന്നോ അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ലിസ്റ്റിൽ എൻ്റർ ചെയ്ത് അടുത്ത കസ്റ്റമറിന് കൊടുക്കുമ്പോൾ അതുപോലെ ക്ലിയർ ചെയ്ത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? അതെ. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി നോക്കിയാലോ? അടുത്തത് ഇഗ്നിസ് ആണല്ലേ? അതെ. ഇഗ്നിസ് എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് ഇഗ്നിസിന്റെ 2022 സിഗ്മ വേരിയന്റ് ആണ്. ഇത് 2022 സിഗ്മ 5,70,000 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. 19,135 കിലോമീറ്റർ. 19,125 അല്ലേ? 135 കിലോമീറ്റർ. 135. ഓക്കെ, നമുക്ക് റൗണ്ട് ചെയ്ത് പറയണമെങ്കിൽ 19,000 കിലോമീറ്റർ എന്ന് പറയാം. കസ്റ്റമറിന്റെ അടുത്ത് പറയാം. ഓക്കെ, ഇന്റീരിയർ ഇതാട്ടോ. എത്ര നമ്മൾ ചോദിക്കുന്ന പ്രൈസ്? ഇതിന്റെ പ്രൈസ് വന്നിട്ട് 575 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. 575 അല്ലേ? ഓക്കെ, ടയേഴ്സ് ഒക്കെ അത്യാവശ്യമുണ്ട്. സിംഗിൾ ഓണർ ആണ്. ഇഗ്നിസ് പണ്ട് ഇറങ്ങിയത് ഇപ്പോഴും അതേ ഒരു ഇതിൽ ഇറങ്ങുന്നുണ്ടല്ലേ? ഏറ്റവും കൂടുതൽ ഇപ്പൊ മാർക്കറ്റിംഗിൽ കൂടുതൽ ഇപ്പോഴും ഇറങ്ങുന്നത് ഇഗ്നിസ് ആണ്. കുറച്ച് ഫ്രണ്ട്ലി ആണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഇറങ്ങിയ ഒരു സമയത്തുള്ള അതേ ഒരു ലുക്ക് തന്നെയാണ്. ബാക്കി മാരുതിയുടെ സ്വിഫ്റ്റ് ആണെങ്കിലും ശരി, ഏതായാലും അപ്ഡേറ്റ് ആയി. പക്ഷെ ഇതാ ഇറങ്ങിയ ആ ഒരു ലുക്ക് തന്നെ ഇപ്പോഴും അതായത് ഇപ്പൊ ഏറെക്കുറെ കസ്റ്റമേഴ്സിന് എല്ലാം ഒതുങ്ങിയ വണ്ടി, കൂടി അതായത് വാഗനാറിന്റെ അത്രയും ഒരു സീറ്റിംഗിൽ തന്നെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടി. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഇന്റീരിയർ ഒക്കെ തന്നെ വ്യത്യാസമുണ്ട്, നല്ല രീതിയിൽ. ഇപ്പൊ ഒരു ന്യൂജൻ ആൾക്കാർ എടുക്കുമ്പോ പോലും അത്യാവശ്യം ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ് ലുക്ക് തോന്നിക്കുന്ന വണ്ടികളാണ് ഇഗ്നിസിലൊന്നും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, കംഫർട്ടബിൾ ആണ്, ഫ്യൂൽ എഫിഷ്യന്റ് ഉണ്ട്, പിന്നെ നല്ല രീതിയിൽ. ഇത് 2021 ബ്രസയാണ്, ഡ്യുവൽ ടോൺ ആണ് വരുന്നത്. നമുക്ക് ഇവിടെ ഉള്ളതിൽ ഏറ്റവും ഒരു എന്താ പറയാ നല്ലൊരു മോഡൽ വണ്ടിയാണ്. അതെ, നല്ലൊരു മോഡൽ വണ്ടിയാണ്. എന്താ കാരണം? എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഡ്യുവൽ ടോണിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റിംഗ് പീരീഡ് ഇടുന്നതാണ്. ഡ്യുവൽ ടോൺ വരുമ്പോഴത്തേക്ക് വെയിറ്റിംഗ് പീരീഡ്. അതിൽ ഇപ്പം ഇത് വരുന്നത് ZXi പ്ലസ് വേരിയന്റ് ആണ്. ZXi പ്ലസ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി തന്നെയാണ്. ഇനിയും വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വാറണ്ടി ഉള്ള വണ്ടിയാണ്. അതെ. ഓക്കെ, ബാക്ക് സീറ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് എത്ര ഓണേഴ്സാ? ഇത് സിംഗിൾ ഓണർ. ഇതിപ്പോ എത്ര കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്? ഇത് വരുന്നത് 36,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 36,000 കിലോമീറ്റർ ഓടിയ. പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇത് ബ്രസയുടെ പ്രൈസ് വരുന്നത് 890 ആണ് ഇതിന്റെ പ്രൈസ്. 890 നെഗോഷ്യബിൾ ആണ്. സിംഗിൾ ഓണർ ആണ്. നമുക്ക് മാക്സിമം റിഡക്ഷൻ ചെയ്ത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? ഓക്കെ, അടുത്ത് ഇത് ഓട്ടോമാറ്റിക് വരുന്ന ഡിസയർ ആണ്. 2018 വണ്ടി.
ഓട്ടോമാറ്റിക് ആണിത്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഇത് ഏകദേശം 1,13,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,13,000 ഓടിയിട്ടുണ്ട് അല്ലേ? അതെ. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലേ? ഓടിയ വണ്ടിയാണ്. ഇതിന്റെ മുമ്പത്തെ ഓണർഷിപ്പ് ഒരു ഡോക്ടറാണ്. ഡോക്ടർ ഒരു ലേഡി ഡോക്ടറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓട്ടോമാറ്റിക് ആണ് അല്ലേ? അതെ. ലേഡി ഡോക്ടർ യൂസ് ചെയ്ത കാറാണ് കേട്ടോ. എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് 565 ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു 2018 വണ്ടി ആണെങ്കിൽ പോലും ഇതിന് വാറണ്ടി വരുന്നില്ല. വാറണ്ടി വരുന്നില്ല ബിക്കോസ് ഇത് 1,00,000 കിലോമീറ്ററിന് മുകളിൽ ഓടിയത് കാരണം നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റത്തില്ല. എപ്പോഴും നമ്മൾ വാറണ്ടി കൊടുക്കുമ്പോഴത്തേക്ക് 1,00,000 താഴെയുള്ള വണ്ടികൾക്കാണ് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത്. പിന്നെ ഫിനാൻസ് എല്ലാം അവൈലബിൾ ആണ്. പക്ഷെ എല്ലാ വണ്ടിക്കും ഫിനാൻസ് അവൈലബിൾ ആണ്. പക്ഷെ 1,00,000 കിലോമീറ്റർ ഓടിയ വണ്ടിക്ക് ചില ഫിനാൻസസ് മാത്രമേ ഫിനാൻസ് ചെയ്യുന്നുള്ളൂ. അതെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കിലോമീറ്റർ ഒരു പ്രശ്നമാണ്. കിലോമീറ്ററിൽ പ്രശ്നമാണ്. പക്ഷേ എന്നാലും ഓട്ടോമാറ്റിക് വേരിയന്റ് ആയതുകൊണ്ട് അത്യാവശ്യം മൂവ്മെന്റ് ഉള്ള വണ്ടി തന്നെയാണ്. ഓട്ടോമാറ്റിക്കലി നമ്മൾ മാനുവലി ഇതുപോലെ അല്ല. ഓട്ടോമാറ്റിക്കലി വരുമ്പോൾ അതിന്റേതായ രീതിക്കുണ്ട്. ഇപ്പോഴും വിലയുണ്ട്. മാർക്കറ്റിൽ നല്ല വാല്യൂ ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിസയർ പൊതുവെ അങ്ങനെ പറയുന്നത് മൈലേജ് ഡിസയറിന്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് മൈലേജിൽ തന്നെയാണ്. ഓക്കെ. അടുത്ത നമുക്ക് എർട്ടിഗയാണല്ലേ? അതെ. ഇത് നമ്മുടെ ഇൻഡസ്ഗോയുടെ എർട്ടിഗ വണ്ടിയാണ്. അവരുടെ KL07 വരുന്നത് അവര് ഇൻഡസ്ഗോയുടെ റെന്റേ കാർ കൊടുത്തോണ്ടിരുന്ന വണ്ടിയാണ്. അപ്പൊ നമുക്ക് ഈ റെന്റേ കാർ വണ്ടി നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നത് നമുക്ക് ഇതും ഏകദേശം 1,00,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇത് 1,00,000 കിലോമീറ്റർ ആണ്. മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഈ വണ്ടി കൊടുക്കുന്നത്. അത് കസ്റ്റമറിന്റെ അടുത്ത് പറഞ്ഞു തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇൻഡസ്ഗോയുടെ വണ്ടി റെന്റേ കാർ ഓടിയതാണെന്നും എല്ലാ കാര്യങ്ങളും. പക്ഷെ കമ്പനി ഫുൾ പക്ക സർവീസ് കമ്പനിയിൽ ചെക്ക് ചെയ്തതാണ് വണ്ടി ഫുൾ കാര്യം. അതായത് ഹിസ്റ്ററി ഉൾപ്പെടെ നമ്മൾ എടുത്ത് കാണിച്ചു കൊടുക്കും ഇൻഡസ്ഗോയുടെ വണ്ടിക്ക്. അതായത് എല്ലാ 10,000 കിലോമീറ്ററിലും കമ്പനി സർവീസ് കാര്യങ്ങൾ ചെയ്തതാണ്. ഇപ്പൊ നമ്മുടെ മാരുതിയുടെ മാനേജറിന്റെ പേരിലാണ് നമ്മൾ ഈ വണ്ടി ഇരിക്കുന്നത്. അതെ. ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ RC എടുത്ത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ തന്നെ കൊടുക്കും. ഇന്ത്യയിലും കാണിക്കും. ഇതിന്റെ സീറ്റിലുണ്ടല്ലോ അല്ലെ? അതെ, ഇതിന്റെ സീറ്റിലുണ്ട്. ഇൻഡസ്ഗോയുടെ ഒരു മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 8 സീറ്ററാണ് വരുന്നത് അല്ലേ? അതെ. ഇന്റീരിയർ ഒക്കെ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാണ്ടാവും അല്ലേ? ഇതിപ്പോ നമുക്ക് വന്നതേ ഉള്ളൂ വണ്ടി. അപ്പൊ നമുക്ക് ഇത് ഇനി സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നമ്മൾ എല്ലാ വണ്ടിയും വന്ന ആദ്യം തന്നെ ബെയിൽ ഇടില്ല. ഇതിപ്പം കൊണ്ട് വന്ന ശേഷം ആദ്യം വണ്ടി ഫുള്ള് ഇത് പണിയും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സർവീസ് സെന്ററിൽ തന്നെ കൊടുത്ത് ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് അത് കഴിഞ്ഞ ശേഷം ഇവിടെ കൊണ്ടുവന്ന് ഫുൾ വാട്ടർ സർവീസും വാക്യൂം എല്ലാം ചെയ്ത ശേഷം പോളിഷ് ഫസ്റ്റ് ടൈം പോളിഷ് ചെയ്ത ശേഷം അടുത്ത് പിന്നെ കസ്റ്റമറിനെ കാണിച്ച് അത് ബെയിലിട്ട് തന്നെ കാണിച്ച ശേഷം പിന്നെ രണ്ടാമത് കസ്റ്റമർ വന്ന് ബുക്ക് ചെയ്തതിനു ശേഷം വീണ്ടും വാക്സ് ഇട്ട് ഫുൾ പോളിഷ് ചെയ്ത് ക്ലിയർ ചെയ്താണ് കൊടുക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ എർട്ടിഗയുടെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇതിന്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് 850 ഇതിന്റെ പ്രൈസ്. 8,50,000 ഇതിന്റെ പ്രൈസ് വരുന്നത്. പിന്നെ കസ്റ്റമേഴ്സ് എല്ലാവരും വന്ന് എൻക്വയറി ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇൻഡസ്ഗോയുടെ വണ്ടി ഒത്തിരി നമ്മളെ ഇതിൽ നിന്ന് തന്നെ ട്രൂ വാലിയിൽ നിന്ന് തന്നെ വിറ്റ് പോകുന്നുണ്ട്. കാര്യം ഇതിൽ നമ്മളുടെ മെയിൻലി നമ്മൾ ജെന്യൂൻ ആയിട്ട് കിലോമീറ്റേഴ്സ് കാണിക്കുന്നുണ്ട്, ഹിസ്റ്ററി കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ വിശ്വാസം അതാണ്. ട്രൂ വാലിയിൽ വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം അതാണ്. കാര്യം നമ്മൾ ഒരു ഇവാലുവേറ്റർ ചെന്ന് ഒരു വണ്ടി ഇവാലുവേഷൻ ചെയ്യുമ്പോഴത്തേക്ക് സകല കാര്യങ്ങളും നോക്കും, എല്ലാ കാര്യങ്ങളും നോക്കും. വണ്ടി ഫ്ലഡ് ആണോ നോക്കും, പിന്നെ കിലോമീറ്റർ മറിഞ്ഞതാണോ എന്ന് അറിയാൻ പറ്റും. ഫുൾ ഹിസ്റ്ററി, എല്ലാ ഹിസ്റ്ററി എടുത്ത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഒരു ഇൻഡസ്ഗോയുടെ വണ്ടി ഈ പറഞ്ഞതുപോലെ റെന്റ് ഓടിയതാണെന്ന് പറഞ്ഞാൽ പോലും അവര് നോക്കുന്ന മെയിൻ്റനൻസാണ്. അതെന്തോ ആയിക്കോട്ടെ, റെന്റ് ആയിക്കോട്ടെ, പക്ഷെ അവർക്ക് മെയിൻ്റനൻസ്. അവര് വണ്ടി എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിന്റെ എഞ്ചിൻ കണ്ടീഷൻ, ഇന്റീരിയർ കണ്ടീഷൻ, ഇതെല്ലാം നോക്കിയിട്ടാണ് അവരെടുക്കുന്നത്. അപ്പൊ നമ്മളത് പക്കയായിട്ട് എന്തുണ്ടെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് നോർമലി നമ്മൾ ഇതിൽ നിന്ന് വണ്ടി നല്ല രീതിയിൽ വിറ്റ് പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു സെക്ഷനിലേക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് വേറൊരു എക്സിക്യൂട്ടീവ് ആണ്. ചേട്ടന്റെ പേരെന്ന് രാജു സാർ. ഇവിടുത്തെ സെയിൽസ് TL ആണ് അല്ലേ? ഓക്കെ, നമുക്ക് തുടങ്ങാം. ഈ ഒരു കേട്ടനാണ് അല്ലേ ആദ്യം വരുന്നത്? ഇത് 2010 മോഡലാണ്. VXI മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ ആണ്. ഫിനാൻസ് കേസ് ആണെങ്കിൽ നമുക്ക് 1 വർഷം വരെ ഫിനാൻസ് ചെയ്യാം. 1 വർഷം ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയല്ലേ? ഇതിനൊക്കെ ഡൗൺ പേയ്മെന്റ് എത്ര ചെയ്യേണ്ടി വരും? നമുക്ക് ഫിനാൻസ് കേസ് ആണെങ്കിൽ ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റ് അടിക്കേണ്ടി വരും. 50 രൂപ. 50 രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ്. വണ്ടി വരെ വന്ന് 1,50,000 അറേഞ്ച് വരും.
1,50,000 രൂപ ഇതിന്റെ പ്രൈസ്. പേയ്മെന്റ് 50 1 ലക്ഷം ലോൺ ഇടാം. 1 ലക്ഷം ലോൺ ഇടാൻ പറ്റില്ല. 1 50,000 വർഷത്തേക്കാണെങ്കിൽ 10,000 രൂപ അടുപ്പിച്ച് EMI വരും. 10,000 രൂപ 1 ലക്ഷം രൂപയ്ക്ക് 1 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ അല്ലേ? ഓക്കെ, ഇന്ത്യയിൽ ജസ്റ്റ് കാണിച്ചു തരാം. ആണ് ഇന്റീരിയർ. സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. സർവീസ് ചെയ്യാനുണ്ട് അല്ലേ? ജസ്റ്റ് വാഷ് ചെയ്ത് പോളിഷ് കാര്യങ്ങൾ ചെയ്തു വരും. 1,50,000 പ്രൈസ്. ഓക്കെ, അടുത്തത് നമുക്ക് ഈ സ്വിഫ്റ്റ് നോക്കിയാലോ? ആ, ഇത് 2022 മോഡലാണ്. VXI മോഡൽ. VXI ആണ്. അതെ. ഓക്കെ, ഇത് അഡീഷണൽ അക്സറീസ് ഫിറ്റ്മെന്റ് അഡീഷണൽ ചെയ്തതാണ്. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. 38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്രയാ? 38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമുക്ക് ഒരു 5 വർഷം വരെ ലോൺ ചെയ്യാം. 5 വർഷം ലോൺ ചെയ്യാം. കസ്റ്റമർ പ്രൊഫൈൽ കസ്റ്റമർ ആണെങ്കിൽ, നമുക്ക് ITR ഫയൽ ചെയ്യുന്ന കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഒരു 6 വർഷം വേണമെങ്കിലും ലോൺ അറേഞ്ച് ചെയ്യാം. 6 വർഷം ലോൺ അറേഞ്ച് ചെയ്യാൻ പറ്റൂല്ലേ? ഓക്കെ, നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ വണ്ടി. ഞാൻ ജസ്റ്റ് ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇന്റീരിയർ വരുന്നത്. എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്? ഇത് നമുക്കൊരു 6,90 ഫൈനൽ വരും. 6,90 ഫൈനൽ റേറ്റ് വരും അല്ലേ? ഇതിലിപ്പോ ഡൗൺ പേയ്മെന്റ് ഒക്കെ എത്ര ചെയ്യേണ്ടി വരും? നമുക്കൊരു 70 രൂപ അടിച്ചാൽ മതി. 70 അടച്ചാൽ മതി. ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ. ചില കേസ് പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ചിലപ്പോൾ 30,000 അടിച്ചാലും ലോൺ ചെയ്യാം. ലോൺ ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ. ഇതിനൊക്കെ EMI എത്ര വരും ഏകദേശം? നമുക്ക് പെല്ലാക്ക് 2,400 2,350 ആ റേഞ്ച് വരും. ആ റേഞ്ച് വരും അല്ലേ? ഓക്കെ. 5 വർഷത്തേക്കാണ്. 5 വർഷത്തേക്ക് അല്ലേ? ഓക്കെ. 7 വർഷത്തേക്കാണെങ്കിൽ സ്കീം മാറും. അത് കസ്റ്റമറിന്റെ ഡോക്യുമെന്റ്സ് കാര്യം നോക്കിയിട്ട് പറയാം. അതിനനുസരിച്ചാണ്. ഇത് നമ്മളെ കമ്പനിയുടെ 1 year വാറന്റി 3 ഫ്രീ സർവീസും പറഞ്ഞുണ്ട്. ഉണ്ടാവും അല്ലേ? ഓക്കെ. അടുത്ത വരുന്ന ഒരു ഡിസയർ ആണോ? ഡിസയർ ഇത് ഡീസൽ മോഡലാണ്. 2013 മോഡല്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതില് നമുക്ക് മെക്കാനിക് വർക്ക് കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യണില്ല. അത് ജസ്റ്റ് ഒന്ന് കസ്റ്റമർ വർക്ക്ഷോപ്പിൽ ആളെ കൊണ്ട് കാണിച്ചിട്ടിടണം. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റേഷൻ ഉണ്ട് ചില കേസ്. അത് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതാണെങ്കിൽ ഒരു 3.5 റേഞ്ച് ഫൈനൽ വരും. 3.5 ലക്ഷം അല്ലേ? ഈ ഡിസയറിന്റെ ഫിനാൻസും കിട്ടും. 4 വർഷം വരെ ഫിനാൻസും കിട്ടും. 3 ലക്ഷമാണ് പ്രൈസ്. അതിന് നമുക്ക് 3.5 ലക്ഷം ഇതിന്റെ വില. അപ്പം പിന്നെ 4 വർഷത്തേക്ക് നമുക്ക് ലോൺ കിട്ടും. ഡൗൺ പേയ്മെന്റ് 50 രൂപ അടിച്ചാലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. പ്രൊഫൈൽ നോക്കിയിട്ട്. ഓക്കെ. ഇതാണ് ഡിസയർ കേട്ടോ. 3.5 ലക്ഷം കേട്ടോ ഡിസയറിന്റെ പ്രൈസ്. കാണിച്ചു തരാം. ഓക്കെ. അടുത്തത് ഒരു പുതിയ ഡിസയർ അല്ലേ? ഇത് ഓൾറെഡി സോൾഡ് ആയതാണ്. സോൾഡ് ആയ വണ്ടിയല്ലേ? ഓക്കെ, അപ്പൊ പറയണ്ടല്ലോ. ഓക്കെ. അടുത്തത് വാഗണർ ആണ്. ഇത് വാഗണർ 2017 മോഡല്. സിംഗിൾ ഓണർഷിപ്പ്. 1,15,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് വണ്ടി ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. വേറെ മെക്കാനിക് ഇഷ്യൂ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കമ്പനി സർവീസ് ആണ്. ഫ്രണ്ട് ഗ്ലാസ് അവർ മാറിയിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. ഒരു വണ്ടി ഓടിക്കാനോ അത് കമ്പനി കൂടെ തന്നെ മാറിയിട്ടുണ്ട്. കമ്പനി സ്റ്റാഫ് ഉള്ള വണ്ടിയാണ്. സർവീസിലുള്ള വണ്ടിയാണ്. ഇത് വണ്ടി ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. ഇത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 3.5 വരും. 3.5 ലക്ഷം. 2017 മോഡൽ. 3.5 ലക്ഷമാണ് പ്രൈസ്. അതിനകത്ത് വരും. ഓക്കെ. അപ്പം അത്രയാണ് വണ്ടിയുടെ പ്രൈസ് വരുന്നത്. നല്ല നീറ്റ് ആട്ടോ വണ്ടി. ഇന്റീരിയർ കാണിച്ചു തരാം. LXI ആണ് അല്ലേ? LXI അല്ലേ? LXI ആണ്. നല്ല ബോഡി ഷേപ്പ് കാര്യം എല്ലാം ഉണ്ട്. ഓടിക്കാനും ബെറ്റർ ആണ്. ഡോക്ടർ യൂസ്ഡ് ആണോ? അതെ. ഓക്കെ. 2014 മോഡല്. സിംഗിൾ ഓണർഷിപ്പ്. 65,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. 65,000. ഇതില് കെച്ച് കമ്പനി ആണ്. കെച്ച് ജസ്റ്റ് ഒന്ന് റിപ്പയർ ചെയ്യേണ്ടി വരും. വേറെ മെക്കാനിക് ഇഷ്യൂ വേറൊന്നും ഇല്ല. നമുക്കിതൊരു 3 ലക്ഷം രൂപ റേഞ്ചെല്ലാം ഫൈനൽ വരും. 3 ലക്ഷത്തിന് കൊടുക്കാൻ പറ്റും. ഈ ഒരു വാഗൺ മാനുവൽ അല്ലേ? ഇത് മാനുവൽ LXI മാനുവൽ LXI വണ്ടി കേട്ടോ. 3 ലക്ഷം രൂപ വാഗണറിന്റെ പ്രൈസ് വരുന്നത്. 3 ലക്ഷമാണ്. അതുപോലെ ഇന്റീരിയർ കാണിച്ചു തരാം. ഓക്കെ. അടുത്ത നമുക്കിടെ മാരുതിയുടെ ആദ്യത്തെ വണ്ടി നമ്മുടെ 800 ആണല്ലേ? ഇത് 2004 മോഡലാണ്. AC ഉള്ള മോഡലാണ്. വണ്ടി ബോഡി ഷേപ്പ് കാര്യങ്ങളും ഉണ്ട്. പക്ഷേ റീടെസ്റ്റ് പെൻഡിങ് ആണ്. ഇത് ടാക്സും ജസ്റ്റ് എടുത്ത് ചെയ്യേണ്ടി വരും. നമുക്ക് ഈ കണ്ടീഷനിലാണെങ്കിലുള്ള റേറ്റ് കൊണ്ട് ചെയ്തു കൊടുക്കണമെങ്കിൽ 50 രൂപ വരും. ഓക്കെ. ചെയ്തു കൊടുക്കുകയാണെങ്കിൽ 50. ഈ ഒരു കണ്ടീഷനിൽ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 28 രൂപ റേഞ്ചിന് 28,000 രൂപ കേട്ടോ. അപ്പൊ ചെയ്യണം. ഓക്കെ. എടുത്തിട്ട് ആർക്കെങ്കിലും പഠിക്കണമെങ്കിലൊക്കെ വണ്ടി ഓടിച്ച് പഠിക്കണമെങ്കിലൊക്കെ പറ്റിയ വണ്ടിയാണ്. 15 രൂപ അടുപ്പിച്ച് പേപ്പർ വർക്ക് ആവും. 15 രൂപയ്ക്ക് പേപ്പർ വർക്ക് ആവും അല്ലേ? കാരണം പെൻഡിങ് ആയതുകൊണ്ട്. വില നല്ല ബോഡി ഷേപ്പ് കാര്യങ്ങളുണ്ട്. പെയിന്റിംഗ് ഇഷ്യൂ ഇല്ല. ജസ്റ്റ് ഒന്ന് ടച്ചിങ് ബോഡി ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള വണ്ടി കേട്ടോ. 28,000 രൂപയാണ് പ്രൈസ് വരുന്നത്.
ഓക്കെ. അടുത്തൊരു സ്വിഫ്റ്റ് ആണ് അല്ലേ? ഇത് 2021 ആണെങ്കിലും 22 വണ്ടി രജിസ്ട്രേഷൻ ആണ്. 18,000 കിലോമീറ്റർ ഓടിത്തുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി അല്ലേ? ഓക്കെ. എത്ര കിലോമീറ്റർ? 18,000 കിലോമീറ്റർ. നമുക്ക് ഇതിന് 1 ഇയർ വാറണ്ടി, 3 ഫീസ് സർവീസ് കാര്യങ്ങളെല്ലാം കൊടുക്കാം. നമുക്ക് ഫിനാൻസ് ആണെങ്കിൽ ഒരു 5.25 അടുപ്പിച്ച് ലോണും ചെയ്യാം. ലോൺ ചെയ്യാൻ പറ്റും. 5.25 ഒരു 6 ലക്ഷം അടുപ്പിച്ച് ലോണും ചെയ്യാം. 6 ലക്ഷം ലോൺ ചെയ്യാൻ പറ്റും അല്ലേ? ഇതിനൊക്കെ ഡൗൺ പേയ്മെന്റ് എത്ര ചെയ്യേണ്ടി വരും? ഒരു 70,000 അടിച്ചാൽ മതി. 70,000 രൂപ അടച്ചാൽ മതി അല്ലേ? നമുക്ക് ഇതൊരു 6.55 ഫൈനൽ വരും. 6.55 ഫൈനൽ പ്രൈസ് അല്ലേ? ഓക്കെ. അടുത്ത നമുക്ക് റെഡിഗോ ആണോ? റെഡിഗോ 2018-19 രജിസ്ട്രേഷൻ 1 ലിറ്റർ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക്. ഇത് എയർ ബാഗ് വരുന്ന മോഡലാണ്. ഇത് 2 മോഡലുണ്ട്. എയർ ബാഗ് ഇല്ലാത്ത മോഡലുണ്ട്, എയർ ബാഗ് ഉള്ള മോഡലുണ്ട്. ഇത് എയർ ബാഗ് ഉള്ള 2 പീസ് പെയിന്റിംഗ് ഉണ്ട്. അത് നമ്മൾ ചെയ്തു കൊടുക്കും. അവിടെ അല്ലേ? ഈ 2 പീസ് പെയിന്റിംഗ് ഉണ്ട്. അത് നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ. 49,000 കിലോമീറ്റർ സിംഗിൾ യൂസ് വണ്ടിയാണ്. ഫുൾ കവർ ഇൻഷുറൻസ് ആണ്. അടുത്ത വർഷം 2-ാം മാസം ഒരു ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഫുൾ ആണ്. വണ്ടി അല്ലേ? എത്ര നമ്മളിവിടെ നമുക്ക് ഇത് ഫൈനൽ റേറ്റ് 250 ഫൈനൽ റേറ്റ്. ലോൺ കിട്ടില്ല. അപ്പൊ മാരുതി അല്ലെങ്കിൽ ഫിനാൻസ് 2 ലക്ഷം രൂപ ലോൺ കിട്ടും. 2,65,000 ID വാല്യൂ വില ഉണ്ട് വണ്ടിയാണ് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ വേറെ ബ്രാൻഡ് ആവുമ്പോഴേ സർവീസ് എങ്ങനെയാ വരിക? സർവീസ് വാറണ്ടി നമുക്ക് പറഞ്ഞില്ല. ഈ കണ്ടീഷനിലാണ് വണ്ടി ഓടാൻ. ജസ്റ്റ് ബമ്പറും പെയിന്റ് ചെയ്ത് ഫെൻഡറും പെയിന്റ് ചെയ്ത് കൊടുക്കും. ജസ്റ്റ് വാഷ് ചെയ്ത് ബാക്കി വാഷിംഗ് പോളിഷ് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ആളെ കണ്ട് കാണിച്ചിട്ടുണ്ട്. നമുക്ക് മെക്കാനിക്കൽ വാറണ്ടി സർവീസ് ഒന്നും വരണില്ല. ഓക്കെ. ശരി. വേറെ ബ്രാൻഡ് ആയതുകൊണ്ടല്ലേ? ഇന്റീരിയർ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പൊ ലേഡീസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ചെറിയ ഒതുങ്ങിയ വണ്ടി കേട്ടോ. ഓട്ടോമാറ്റിക് ആണ്. സുഖമായിട്ട് കൊണ്ടടക്കാം. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇത്രയാണ് നമ്മളെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ള വണ്ടികൾ അല്ലേ? ഇനിയും വണ്ടികൾ സ്റ്റോക്ക് വരുമല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞാലും ഇപ്പം ഏത് മോഡൽ വേണമെങ്കിലും ഇവിടെ എൻക്വയറി ചെയ്താൽ മാസം ഓൾമോസ്റ്റ് 45-50 വണ്ടികളും സ്റ്റോക്ക് ഓട്ടോമാറ്റിക് കയറുന്നുണ്ട്. സ്റ്റോക്ക് കയറുന്നതനുസരിച്ച് നമുക്ക് ഓരോ സ്റ്റോക്ക് അപ്ഡേറ്റും ചെയ്യുന്നുണ്ട്. ഓക്കെ. നമുക്ക് പറഞ്ഞനുസരിച്ച് വണ്ടി ഓരോ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഫേസ്ബുക്കിലായാലും ഓയിൽസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞത് പോലെ തന്നെയാണല്ലേ ഈ 21 ശേഷമുള്ള വണ്ടികൾക്കാണ് അത് നമുക്ക് നോർമൽ കാറ്റഗറി വരുന്നത്. നമുക്ക് 4 വർഷം ബാക്ക് ആണ്. 4 വർഷം ബാക്ക്. ഇപ്പോഴത്തെ 22 ആണെങ്കിൽ ഇല്ലെങ്കിൽ 24 4 വർഷം ബാക്ക്. അതിന് 1 വർഷം വാറണ്ടി. അതേപോലെ തന്നെ 7 വർഷം ബാക്ക്. അതിന് 6 മാസം വാറണ്ടി. 6 മാസം വാറണ്ടി. അത് നമ്മൾ മാരുതി പറയുന്ന ടേംസും കണ്ടീഷനും ഉണ്ട്. ആ റേഞ്ചിന് വണ്ടിക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ അല്ലേ? ബാക്കിയെല്ലാം നമ്മൾ ഈ കണ്ടീഷനിലാണ് വണ്ടി കൊടുക്കുന്നത്. ജസ്റ്റ് വാഷ് ചെയ്ത് പോളിഷ് കാര്യങ്ങൾ കൊടുക്കും. ഫിനാൻസ് കേസ് ആണെങ്കിൽ നമുക്ക് മാക്സിമം ഡൗൺ പേയ്മെന്റ് 30,000 അടിച്ചാലും 25,000 അടിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും. അത് കസ്റ്റമർ പ്രൊഫൈലും കാര്യങ്ങളും നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇന്നത് ചെയ്ത് തരാന്ന് ഒരിക്കലും വാഗ്ദാനം പറയാൻ പറ്റില്ല. അത് നോക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ചെയ്യാൻ പറ്റുന്ന കേസാണ് മാക്സിമം ചെയ്തോളൂ. അതേ ഉള്ളൂ. കാരണം റോഡ് കമ്മിറ്റ്മെന്റ് കാര്യങ്ങൾ പറഞ്ഞത് കാര്യമില്ല. ചെയ്യാൻ പറ്റുന്നത് പറയാൻ പറ്റും. തീർച്ചയായിട്ടും വെറുതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ചില കേസ് അറിഞ്ഞു. ചിലവർക്കാരെ ഇത് ട്രൂ വാല്യൂ ആണ്, എല്ലാ വർക്കും ചെയ്തു തരും. നമുക്ക് എല്ലാം വേണ്ടി ചെയ്ത് കൊടുക്കണേന് പ്രശ്നമില്ല. പക്ഷെ അതിനനുസരിച്ച് കോസ്റ്റും കാര്യങ്ങളും നമുക്ക് ആവും. അത് അവർ മനസ്സിലാവും. ചില അത് ഫ്രീ ആയിട്ടാണ് വണ്ടി കിട്ടുന്നതെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഒരു കസ്റ്റമറിന്റെ വീട്ടിൽ പോയി വണ്ടി ചോദിക്കുമ്പോ ഒരവസ്ഥയാണ്. വില കിട്ടൂല. ആ വില കൊടുത്താലേ വണ്ടി കിട്ടുള്ളൂ. ആ വിലക്ക് നമ്മൾ എടുക്കുമ്പോൾ ആ വർക്ക് ഉണ്ടെങ്കിൽ എല്ലാം ചെയ്തു വരുമ്പോൾ നമുക്ക് ആ കോസ്റ്റ് ആവും. ആ കോസ്റ്റിനനുസരിച്ച് നമ്മൾ മാറിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ മാസവും ഒരു 45-50 വണ്ടി സെയിലും പോകുന്നുണ്ട്. അത് കമ്പനി വിശ്വസിക്കുന്നുണ്ട്. ചില കസ്റ്റമറുടെ റെഫറൻസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട്. കാരണം നമ്മളെ ബിലീവ് ചെയ്യണ്ട, നമ്മളെ വിശ്വസിക്കുന്നവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവിടെ നമ്മൾ ഈ തീർച്ചയായിട്ടും വണ്ടി വിടുന്ന എടുക്കുള്ളൂ. പിന്നെ റോങ് കമ്മിറ്റ്മെന്റ് പറഞ്ഞാൽ അത് അവർ അതിലെ വരെ പോയോ. ചെയ്യാൻ പറ്റുന്ന കാര്യം എല്ലാവർക്കും പേടിയതാ. യൂസ്ഡ് കാർ എടുക്കുമ്പോഴേ എന്തെങ്കിലും ചതി ഉണ്ടാവോ, വണ്ടി ഫ്ലഡഡ് ആണോ, അങ്ങനെയൊക്കെ പേടി. പക്ഷെ നമുക്ക് ഇവിടുന്ന് ട്രൂ വാല്യൂ എന്നൊക്കെ എടുക്കുമ്പോൾ വിശ്വസിച്ച് നമുക്ക് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചില കേസ് റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടി വരും. നമുക്ക് എല്ലാ വണ്ടിയിലും പക്ക കണ്ടീഷൻ പറയാൻ പറ്റും. ഡോർ മാറിയായിരിക്കാം, ഗ്യാസ്, അത് നോർമലാണ് എല്ലാ വണ്ടിക്കും ഉള്ള കാര്യം. അത് നമ്മൾ പറഞ്ഞേ കൊടുക്കണം. ചിലവർ പറയുന്ന ഈ ട്രൂവലിൽ അതൊന്നും ഇല്ലാത്ത വണ്ടിയാക്കി എടുക്കണം. അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എക്സ്ചേഞ്ച് വന്ന വണ്ടികളാണ്. നമുക്ക് എടുക്കാമല്ലോ, നമ്മൾ എടുത്തേ പറ്റുള്ളൂ. എടുത്ത് നമ്മൾ പറഞ്ഞേ കൊടുക്കാനും പറ്റുള്ളൂ. ആ കോസ്റ്റിനനുസരിച്ച് റേറ്റ് നമ്മൾ പറയുന്നുള്ളൂ. അല്ല റോങ് കമ്മിറ്റ്മെന്റ് ഒരിക്കലും പറയുന്നില്ല. ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തു തരും എന്നേ പറയുള്ളൂ. കാരണം ഇന്നും അല്ലെങ്കിൽ നാളെയും കാണാമല്ലോ. തീർച്ചയായിട്ടും. കാരണം ബാക്കിയുള്ള ഡീലർഷിപ്പിൽ എപ്പോഴും പൂട്ടിപ്പോവും. കമ്പനി അങ്ങനെയല്ല, എന്നും എപ്പോഴും കാണാമല്ലേ. ഇത് തുടങ്ങിയിട്ട് തന്നെ ഇപ്പൊ 4 വർഷത്തിന് മുകളിലായില്ലേ ഇവിടെ തുടങ്ങിയിട്ട്. അല്ലാതെ ഇൻഡസ്ട്രി 2002 നമ്മുടെ പോവങ്ങും കൂടെ ഉണ്ട്, വെമ്പാളത്ത് തുടങ്ങി, ഓരോ ഡീലർഷിപ്പ് വെഞ്ഞാറും കൂടെ പുതിയ ഷോറൂം തുടങ്ങി. ഓരോ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് അത് എന്തുകൊണ്ടാണ്
കസ്റ്റമറിനോടുള്ള ഇതാണ് അതാണ് കണക്ഷൻ ആണ്. തീർച്ചയായിട്ടും മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്തു കൊടുക്കും. ഓക്കെ അപ്പൊ താങ്ക് യു ബ്രോ. അപ്പൊ ഇനി അത് പുതിയ സ്റ്റോക്ക് വരുമ്പോൾ നമുക്ക് ഇനി വീഡിയോ ചെയ്യാലോ. ഓക്കെ അപ്പൊ താങ്ക് യു ബ്രോ. ഓക്കെ. ഓക്കെ ശരി.